തൃണമൂൽ വിട്ട് PV അൻവർ UDF-ലേക്ക് അസോസിയേറ്റ് അംഗം നൽകാൻ തീരുമാനമായി. CK ജാനുവിനും VSDPക്കും അംഗത്വം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. ജനുവരിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് തീരുമാനം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കിടെ ജനുവരിയിൽ ഈ സീറ്റ് തർക്കമൊക്കെ, സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കാൻ UDF തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ നിലവിൽ PV അൻവറും CK ജാനുവും UDF-ലേക്ക് വന്നിരിക്കുന്നത്? അസോസിയേറ്റ് അംഗത്വം ആണല്ലോ നൽകാൻ തീരുമാനമായിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? UDF-ന്റെ നേതൃയോഗം അവസാനിച്ചു. ആ നേതൃയോഗത്തിലാണ് PV അൻവറിനെയും CK ജാനുവിനെയും UDF-ലേക്ക് അസോസിയേറ്റ് അംഗങ്ങളായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ്, അതായത് PV അൻവറിനെ TMC-യെ UDF-ന്റെ ഭാഗമാക്കാമെന്നുള്ള ഒരു ധാരണ എത്തിയിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാമെന്നുള്ളതായിരുന്നു നേരത്തെ എടുത്ത നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൊച്ചിയിൽ UDF-ന്റെ നേതൃയോഗം ചേർന്നു. മുന്നണി വിപുലീകരണമായിരുന്നു ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് അസോസിയേറ്റ് അംഗങ്ങളായിട്ടാണ് NDA വിട്ടിട്ടുള്ള CK ജാനുവിനെ, അതോടൊപ്പം തന്നെ PV അൻവറിനെയും സ്വീകരിക്കുന്നത്. PV അൻവറിനെ നേരത്തെ തന്നെ UDF-ന്റെ ഭാഗമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നതാണ്. എന്തായാലും CK ജാനു നേരത്തെ NDA വിട്ടതിന് ശേഷം UDF-ലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ VSDP കൂടെ കൂട്ടാനായിട്ടുള്ള ഒരു ധാരണ UDF-ലെ ഉണ്ടായെങ്കിലും ഇപ്പോൾ നിലവിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ UDF-ലേക്ക് ഇല്ല എന്ന ആ ഒരു രീതിയിൽ ഒരു അതൃപ്തി അറിയിച്ചതായിട്ടാണ് വിവരം. NDA-യുടെ തന്നെ ഇപ്പോഴും വൈസ് ചെയർമാനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും PV അൻവറിനെയും CK ജാനുവിനെയും UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ധാരണയായിട്ടുണ്ട്. കൊച്ചിയിൽ ചേർന്ന UDF നേതൃയോഗത്തിലാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നേതാക്കന്മാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മറ്റൊന്ന്, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളാണ്. ആ മുന്നൊരുക്കങ്ങൾ ഇന്ന് നേതൃയോഗത്തിൽ ചർച്ചയായി. ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ ജനുവരി മാസത്തോടുകൂടി ഉണ്ടാകണമെന്നുള്ളതാണ് ഇന്ന് തീരുമാനമായിട്ടുള്ളത്. അതായത് സീറ്റ് വിഭജനം പൂർണ്ണമായും ജനുവരിയിൽ തീർക്കണം. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു മുന്നൊരുക്കം നടത്തി UDF മുന്നോട്ട് വരണമെന്നുള്ളതാണ് നേതൃയോഗത്തിൽ ധാരണയായിട്ടുള്ളത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണി വിപുലീകരിക്കുന്നത്. ഈ മുന്നണി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് RJD, അതോടൊപ്പം തന്നെ ഈ കേരള കോൺഗ്രസ് M ഇവരെ കൂടെ കൂട്ടണമെന്നുള്ള ഒരു ചർച്ചകൾ, അനൌദ്യോഗിക ചർച്ചകളൊക്കെ തന്നെ നേരത്തെ നടന്നിരുന്നത്. പക്ഷേ നിലവിൽ UDF-ൽ പറയുന്നത്, നേതൃയോഗത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, കേരള കോൺഗ്രസ് M-ന്റെ കാര്യത്തിൽ അങ്ങോട്ട് പോയൊരു ചർച്ചയ്ക്ക് നിൽക്കുന്നില്ല. പകരം അവരിങ്ങോട്ട് വന്ന അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു തീരുമാനം കൈക്കൊള്ളാം എന്നുള്ളതാണ്. ഇന്ന് PJ ജോസഫ് നേതൃയോഗത്തിൽ വന്ന സമയത്ത് പറഞ്ഞത്, കേരള കോൺഗ്രസ് M-ന്റെ അടിത്തറ അപ്പാടെ തകർന്നിരിക്കുകയാണ്. ആ ഒരു ചിന്തയെ വേണ്ട കേരള കോൺഗ്രസ് M-നെ കൂടെ കൂട്ടുന്ന കാര്യത്തിൽ എന്നുള്ള രീതിയിൽ അതൃപ്തിയൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് M-ന്റെ കാര്യത്തിൽ അങ്ങോട്ട് പോയൊരു ചർച്ച വേണ്ട, പകരം അവർ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് UDF നേതൃയോഗം എത്തിയത്. എന്തായാലും PV അൻവറും CK ജാനുവും UDF-ലേക്ക് എന്നുള്ളതാണ്, അസോസിയേറ്റ് അംഗങ്ങളാക്കാനായിട്ടുള്ള ധാരണയാണ് UDF-ൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.